ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇൻഡസ് ബാറ്റിൽ റോയൽ ഈ കഴിഞ്ഞ 2024 ഒക്ടോബർ 16 ഈ ഗെയിം വേൾഡ് വൈഡ് റിലീസായിരുന്നു. ആൻഡ് ഇതിൻ്റെ 2-3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും അതേപോലെ ചെറിയൊരു ഗെയിം പ്ലേ ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് കമൻ്റായിട്ട് പറയാം. സോ ബാറ്റിൽ റോയൽ ഗെയിംസ് അത് ധാരാളം പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ ഇൻഡസ് ബാറ്റിൽ റോയൽ ഗെയിം എങ്ങനെ ഡിഫറെൻ്റ് ആവുന്നു അതാണ് അടുത്ത ചോദ്യം. ഗെയിം പ്ലേയും ബാക്കി കാര്യങ്ങളെല്ലാം ഒരുതരം സിമിലർ ആണെങ്കിൽ കൂടി കുറേ കാര്യങ്ങൾ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചാണ് ഗ്രഡ്ജ് സിസ്റ്റം, അതേപോലെ കോസ്മിയം വിൻ കണ്ടീഷൻ, അതേപോലെ തന്നെ ഇന്ത്യൻ മിത്തോളജി. ഇതിലെ ഗ്രഡ്ജ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രഡ്ജ് സിസ്റ്റം ഈ ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു എനിമി പ്ലെയറിനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയറിന് എനിമിക്കെതിരെ ഗ്രഡ്ജ് സിസ്റ്റം ആക്റ്റീവ് ചെയ്യാൻ സാധിക്കും. ഗ്രഡ്ജ് സിസ്റ്റം ആക്റ്റീവ് ആവുന്നതിലൂടെ പ്ലെയറിനും എനിമിക്കും മാച്ച് മേക്കിംഗ് ധാരാളമായിട്ട് കൂടും. എന്ന് പറഞ്ഞാൽ ഒരു മാച്ചിൽ തന്നെ ഇവർ രണ്ടുപേരും സ്പോൺ ആവാനുള്ള ചാൻസസ് ഇൻക്രീസ് ആവും. ഇതിലൂടെ ഈ പ്ലെയേഴ്സ് രണ്ടുപേരും ഈ മാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരു മാർക്ക് കൊടുത്തേക്കും. ഇതിലെ റോൾസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്ലെയർ എനിമിയാണ് ഗ്രഡ്ജ് സിസ്റ്റത്തിൽ ആക്റ്റീവ് ചെയ്യുന്നതെങ്കിൽ പ്ലെയർ ഹണ്ടർ ആൻഡ് എനിമി ഡിഫൻഡർ ആവും. സോ ഇതിൽ ഡിഫൻഡറിന് ഹണ്ടർ എവിടെ ഉണ്ടാകുന്നുള്ള മാർക്കിങ്ങൾ ചെയ്യും. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് പോലെ ഡിഫൻഡർ എവിടെ ഉണ്ടാവുന്നു ഹണ്ടറിനും കാണാൻ സാധിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിവെഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ പറയുന്ന ഗ്രഡ്ജ് സിസ്റ്റം. അടുത്തൊന്ന് പറയുന്നത് കോസ്മിയം വിൻ കണ്ടീഷനാണ്. സാധാരണ ഒരു മാച്ച് എൻഡ് ആവുന്നത് എല്ലാ എനിമീസിനെയും ഡിഫീറ്റ് ചെയ്യുമ്പോഴാണ്. എന്നാൽ ഈ ഗെയിമിൽ ലാസ്റ്റ് വരെയുള്ള എനിമീസിനെ ഡിഫീറ്റ് ചെയ്യാതെ തന്നെ വിൻ ചെയ്യാൻ കഴിയും. അതെങ്ങനെയാന്ന് വെച്ചാൽ, അവസാനത്തെ സോണിൽ, ലാസ്റ്റ് സോണിൽ കോസ്മിയം എന്ന് പറഞ്ഞൊരു ട്രഷർ പോയിന്റ് ഉണ്ട്. അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവിടെ വിന്നർ ആവുകയാണ് ചെയ്യുന്നത്. അത് മറ്റ് ഗെയിംസിൽ നിന്നും ഡിഫറെൻ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിന് ചെറിയൊരു സ്റ്റോറി ലൈൻ അവർ നൽകുന്നുണ്ട്. ഇൻഡസ് എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണ്. അതിലെ ഒരു മാപ്പ് മാത്രമാണ് ഈ പറയുന്ന ഐലൻഡ് വെർലോക്ക്. സെഞ്ചുറീസ് ആയിട്ട് ഈ ഒരു വേൾഡ് ഹിഡൻ ആയിട്ട് കിടക്കുകയാണ്. സോ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഈ ഒരു വേൾഡ് കണ്ടുപിടിക്കുകയും അവിടെ മിത്ത് വാക്കേഴ്സ് എന്ന് പറയുന്നത് പ്ലെയേഴ്സിനെയാണ്. ഇവർ ഈ ഒരു വേൾഡ് കണ്ടുപിടിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും അഡ്വെഞ്ചർ ചെയ്യാനൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്റ്റോറി ലൈനാണ് ഈ ഗെയിം പറയുന്നത്. ആൻഡ് ഈ ഗെയിമിൽ പലതരങ്ങളിലുള്ള പുതിയ അപ്ഡേറ്റ്സ് ഫ്യൂച്ചറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ മാപ്സ്. അതുപോലെ തന്നെ ഇതിൽ എന്നെ ഇംപ്രസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. BGM ഒരു ഇന്ത്യൻ ടച്ചും അതേപോലെ തന്നെ മോഡേൺ ടച്ചും കൂടി ഒരേ രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്ലേ ആണ്, അല്ലെങ്കിൽ ഒരു ട്രാക്കാണ് നിങ്ങൾക്ക് ഈ ഗെയിമിൽ കേൾക്കാൻ സാധിക്കുക. അത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്കൊരു ലാസ്റ്റ് പോയിന്റിൽ നിങ്ങൾക്ക് ആ ഒരു ട്രാക്ക് കേൾപ്പിച്ച് തരാം. കേട്ട് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നോക്കാം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ അത് അത്രയും സ്പെഷ്യലായിട്ട് നിങ്ങൾക്കത് പറയുന്നത്. സോ ഇതൊരു ഇന്ത്യൻ ഡെവലപ്ഡ് ഗെയിമാണ്. സോ ഇന്ത്യൻ ഗെയിമേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു ചാൻസ് ഗെയിമിന് കൊടുക്കുക. അതേപോലെ തന്നെ പല ടൂർണമെൻറ്റുകളും ഇപ്പോൾ ഗെയിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കളിച്ചു നോക്കുക. ഒരു ഫ്യൂച്ചർ, ഗെയിമിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.